അല്ല, ഈ സ്ത്രീ പ്രവേശന വിധി കടന്നു വന്നതോടുകൂടി ശബരിമലയിലേക്ക് ഒരുപാട് സ്ത്രീകൾ പ്രവേശിച്ചു തുടങ്ങി. ഇന്ത്യക്ക് പുറത്തു നിന്നുള്ളവരും ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഒക്കെ ശബരിമലയിൽ പോയതായിട്ടുള്ള വാർത്തകളും പുറത്തു വന്നു തുടങ്ങി. പക്ഷേ സ്ത്രീകൾക്ക് പ്രവേശിക്കാം, പുരുഷനായ കെ സുരേന്ദ്രന് പ്രവേശിക്കാൻ പറ്റില്ല എന്ന ഒരു വാദത്തോട് പരിപൂർണമായൊന്നും യോജിക്കാൻ വേണ്ടി സാധിക്കില്ല. അത് ശരിയല്ല എന്ന ഒരു നിലപാടിൽ തന്നെയാണ് ഞാനുമുള്ളത്. പാവം സുരേന്ദ്രന് ആദ്യഘട്ടത്തിൽ നമ്മുടെ ശബരിമലയിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, വലിയ സമരങ്ങൾ സംഘടിപ്പിക്കാൻ, പോലീസുകാരെ ആക്രമിക്കാൻ, ആക്രമണങ്ങൾ നടത്താനൊക്കെ നേതൃത്വം കൊടുത്തു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്ന് വിചാരിച്ച് 23 ദിവസം അഴിക്കുള്ളിലാക്കി ജാമ്യം നൽകാതെ ഒരു കണക്കിന് ഗോതമുണ്ട തീറ്റിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരെ സർക്കാർ എത്തി. എന്നിട്ട് പോലും ആ സുരേന്ദ്രനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതിനോട് അങ്ങനെ ഒരു യോജിക്കാനൊന്നും സാധിക്കത്തില്ല. പക്ഷേ സുരേന്ദ്രൻ എന്ത് ചെയ്തു? ഇത് മുൻകൂട്ടി കണ്ട് മകരവിളക്ക് സമയത്ത് കെ സുരേന്ദ്രന് ശബരിമലയിൽ പ്രവേശിച്ചേ മതിയാകൂ. രണ്ടും കൽപ്പിച്ച് തന്നെ സുരേന്ദ്രന് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി നല്ലൊരു തട്ട് കെ സുരേന്ദ്രന് ഇട്ട് കൊടുത്തു. അതായത് ജസ്റ്റിസ് പറഞ്ഞു, എന്തിനാണ് അവിടെ പോകുന്നത്? അവിടെ പ്രശ്നമുണ്ടാക്കാനാണോ? നിലവിൽ ഇപ്പോൾ അവിടെ ശാന്തമാണ്, അവിടെ ഒരു പ്രശ്നവുമില്ല. ഏതെങ്കിലും ഒരു 1-ാം തീയതി പോയാൽ പോരെ എന്ന ഒരു ചോദ്യം കെ സുരേന്ദ്രനോട് ചോദിച്ചു. പാവം സുരേന്ദ്രൻ, സ്ത്രീകളടക്കം അവിടെ പ്രവേശിച്ചു കഴിഞ്ഞു. സുരേന്ദ്രനാവട്ടെ കളത്തിന് പുറത്തു. ഇനി ഒരു വഴിയുമില്ല, പെരുവഴിയിലാണ്. ശോഭാ സുരേന്ദ്രന് 8ന്റെ പണി കിട്ടി, കോടതിയിൽ പിഴയെടുക്കുന്നു. കെ സുരേന്ദ്രൻ ഒരു പ്രാവശ്യം എന്നെ ഒന്ന് സന്നിധാനത്തെത്തിക്കൂ, അല്ലെങ്കിൽ എന്നെ ഒന്ന് ശബരിമലയിലേക്ക് എത്തിക്കൂ എന്ന് കാല് പിടിച്ച് പറയുമ്പോൾ അതൊന്ന് കേൾക്കാൻ ഇവിടെ ഏത് ദൈവവുമില്ലേ എന്ന ഒരു ചോദ്യവും ഞാൻ ഉയർത്തുന്നുണ്ട്. എന്തായാലും കെ സുരേന്ദ്രന് ഇപ്പോൾ 8ന്റെ പണി കിട്ടിയിരിക്കുകയാണ്. പത്തനംതിട്ടയിലേക്ക് കാല് കുത്താൻ പറ്റില്ല. കാല് കുത്തണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ അനുമതി വേണം. ആദ്യഘട്ടത്തിൽ വീരവാദങ്ങളും നടന്നു നിന്നുകൊണ്ട് പത്രങ്ങളോട് സംസാരിക്കുന്നു, എന്തൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പോൾ കെ സുരേന്ദ്രൻ ഒന്ന് ചോദിക്കുകയാണ്, എന്നെ ഒന്ന് ശബരിമലയിലേക്ക് കൊണ്ടുവിടുമോ എന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.